ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലും വിവിധ സർക്കാർ ആശുപത്രികളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. 7ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം വയനാട് ജില്ലയിൽ മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതിയിൽ വാഹനം ഓടിക്കുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവറെ നിയമിക്കുന്നുണ്ട്. ഹെവി ഡ്രൈവിംഗ് ലൈസൻസും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ ജൂൺ 19 ഉച്ചയ്ക്ക് 12 മണിക്കകം മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ബയോഡേറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ അസലുമായി ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ അസലും പകർപ്പും തിരിച്ചറിയൽ കാർഡും സഹിതം ജൂൺ 20 രാവിലെ 11 മണിക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള IT സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ വയർമാൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള ലൈസൻസും പ്ലംബർ ട്രേഡിൽ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റുമാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 14 ഉച്ചയ്ക്ക് 2 മണിക്ക് നിങ്ങളുടെ യോഗ്യത, മേൽവിലാസം തെളിയിക്കുന്ന അസൽ രേഖകൾ, ബയോഡാറ്റ, ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖ എന്നിവ സഹിതം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് മുമ്പാകെ ഹാജരാവണം. അടുത്തത് മുട്ടത്തറ സിമാറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത SSLCയും 10 വർഷത്തെ പ്രവൃത്തി പരിചയവും 5 വർഷത്തെ ഹെവി ലൈസൻസുമാണ്. പ്രായപരിധി വരുന്നത് 62 വയസ്സ് കവിയരുത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 18 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെയാണ്. സർക്കാർ സർവീസ്, KSRTC എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ചവർ, വിമുക്ത ഭടന്മാർ എന്നിവരെയും പരിഗണിക്കും. താല്പര്യമുള്ളവർ നിങ്ങളുടെ അപേക്ഷ, ബയോഡാറ്റ, വയസ്സും യോഗ്യതയും തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് എന്നീ രേഖകൾ സഹിതം പ്രിൻസിപ്പൽ, സിമറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, മുട്ടത്തറ, പാറ്റൂർ, വഞ്ചിയൂർ PO, തിരുവനന്തപുരം 695035 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് കോട്ടയം ജില്ലയിലെ സർക്കാർ ഹോമിയോ ആശുപത്രികളിൽ നിലവിലുള്ളതും ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ നഴ്സിംഗ് തസ്തികയിലെ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി ജൂൺ 14 രാവിലെ 10:30 കോട്ടയം നാഗമ്പടം ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വെച്ച് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ്. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ആലുവ കീഴ്മാട് പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് ഫുൾ ടൈം സ്വീപ്പറായി താൽക്കാലികമായി ജോലി ചെയ്യുന്നതിന് ആളെ ആവശ്യമുണ്ട്. അപേക്ഷകർ കുറഞ്ഞത് 7ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതും ജോലി ചെയ്യുന്നതിന് ശാരീരിക ക്ഷമതയുള്ളവരുമായിരിക്കണം. സമീപ പ്രദേശത്തുള്ളവർക്കും പട്ടികജാതി വിഭാഗക്കാർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ ജൂൺ 15 രാവിലെ 11 മണിക്ക് കീഴ്മാട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ ഹോം ഗാർഡുകളെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത 10ാം ക്ലാസ്, നല്ല ശാരീരിക ക്ഷമത. ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, NSB, ആസാം റൈഫിൾസ് തുടങ്ങിയ സൈനിക അല്ലെങ്കിൽ അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, എക്സൈസ്, ഫോറസ്റ്റ്, ജയിൽ എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ചവരാകണം. ഇവരുടെ അഭാവത്തിൽ 7ാം ക്ലാസ് പാസ്സായവരെയും പരിഗണിക്കും. പ്രായപരിധി 35 മുതൽ 58 വയസ്സ് വരെയാണ്. ശാരീരിക ക്ഷമതാ ടെസ്റ്റുകളിൽ വിജയിക്കണം. പ്രതിദിനം 780 രൂപ വേതനം ലഭിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ജില്ലയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഓഫീസിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫോം മാതൃകയും ഇവിടെ ലഭിക്കുന്നതാണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂലൈ 15 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ധോബി, കുക്ക്, ബാർബർ വിഭാഗങ്ങളിൽ ക്യാമ്പ് ഫോളോവർമാരെ നിയമിക്കുന്നുണ്ട്. താൽക്കാലിക അടിസ്ഥാനത്തിൽ 59 ദിവസത്തേക്കാണ് നിയമനം. ജൂൺ 19 രാവിലെ 10 മണിക്ക് ക്യാമ്പിലെ ഡെപ്യൂട്ടി കമാൻഡന്റ് ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ചയും പ്രായോഗിക പരീക്ഷയും നടക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.